കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. ക്ഷേത്രത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം കാണിക്കയായി വാൾ സമർപ്പണം നടത്തി. സി ജോസഫ് വിജയെ കാണാൻ നിരവധി ആരാധകർ ക്ഷേത്രത്തിന് സമീപം കാത്തുനിന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ദർശനത്തിനെത്തുന്നതിനെ തുടർന്ന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെ ക്ഷേത്രത്തിനകത്ത് മുഴുവൻ ആളുകളെയും മാറ്റി. ചാർട്ടേഡ് വിമാനത്തിൽ ഡൽഹിയിൽ നിന്നും മംഗളൂരു വിമാനത്താവളത്തിലെത്തിയ വിജയ് റോഡ് മാർഗം ഉച്ചയ്ക്ക് 3:30 കൊല്ലൂർ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രതന്ത്രിമാരായ രാമചന്ദ്ര അടിക, നിത്യാനന്ദ അടിക എന്നിവരും ക്ഷേത്ര ട്രസ്റ്റിമാരും ചേർന്ന് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ക്ഷേത്രത്തിനകത്ത് പ്രത്യേക സങ്കല്പ പൂജയും പ്രാർത്ഥനയും നടത്തിയ ശേഷം കാണിക്കയായി വെള്ളിപ്പെട്ടിയിൽ പൊതിഞ്ഞ വാൾ സമർപ്പണവും നടത്തിയാണ് സി ജോസഫ് വിജയ് മടങ്ങിയത്. ഒരു മുഖ്യമന്ത്രികൾ വരുമ്പോൾ ഈ ക്ഷേത്രത്തിൽ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം പോലെ അവരെ സ്വീകരിച്ചിട്ട് അമ്മയ്ക്ക് ഫലസമർപ്പണ ചെയ്ത് വാൾ സമർപ്പണ ചെയ്തു. ഖഡ്ഗം പിന്നെ നിവേദ്യം ദീപാരാധന കണ്ട് പ്രദക്ഷിണ ചെയ്ത് പ്രസാദം എടുത്ത് പോയതേ ഉള്ളൂ. ക്ഷേത്രത്തിനകത്ത് അരമണിക്കൂർ ചെലവഴിച്ച ശേഷം പുറത്തിറങ്ങിയ വിജയ് നേരെ പോയത് മതിൽക്കെട്ടിന് സമീപം കൂടി നിന്ന ആരാധകരുടെ അടുക്കിലേക്ക്. പിന്നീട് വാഹനത്തിലേക്ക് കയറിയ വിജയ് അപ്രതീക്ഷിതമായി കാറിൽ നിന്നും പുറത്തിറങ്ങി ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറി. അക്ഷരദേവതയ്ക്ക് മുന്നിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ സങ്കല്പ പൂജയും കാണിക്ക സമർപ്പണവും. ശേഷം ഔദ്യോഗിക വാഹനം സ്വയം ഓടിച്ചു പോകുന്ന മുഖ്യമന്ത്രിയുടെ ദൃശ്യം കൗതുകമുണർത്തുന്നതായി. കൊല്ലൂരിൽ നിന്നും ക്യാമറമാൻ വിജേഷ് അണങ്കൂറിനൊപ്പം പ്രദീപ് നാരായണൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.